കൂടുതൽ വിവരങ്ങളുമായി അൻവർ പാലേരി ചേരുന്നുണ്ട് തത്സമയം. അൻവർ പാലേരി, ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അമേരിക്കയുടെ B-2 ബോംബർ വിമാനത്തിന്റെ നീക്കം സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ ഈ അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിന്റെ ഭാഗമായാൽ, പ്രത്യേകിച്ച് GCCയുടെ ഭാഗമായ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും അമേരിക്കയുടെ സൈനിക ബേസുകളുണ്ട്. അത്തരത്തിൽ അമേരിക്കയുടെ ഒരു നേരിട്ടുള്ള ഇടപെടൽ, അതിനോട് GCC രാഷ്ട്രങ്ങളുടെ പ്രതികരണം എങ്ങനെയാവും? അതിനപ്പുറം ഈ GCC രാഷ്ട്രങ്ങളിലുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള എയർബേസുകളിൽ നിന്ന് അല്ലാതെ ഇറാന് മേലൊരു ആക്രമണത്തിന് അമേരിക്കയ്ക്ക് ഈ ഘട്ടത്തിൽ സാധ്യതകളുണ്ടോ? ഗോകുൽ, അമേരിക്കൻ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള ഭീഷണികളും പലതരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഖത്തറിലെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അറബ് ലോകത്തെ GCC രാജ്യങ്ങളിലെ മാധ്യമങ്ങളോ ആ തരത്തിൽ ഏറ്റെടുത്തതായി തോന്നുന്നില്ല. കാരണം ട്രംപ് ആയതുകൊണ്ട് തന്നെ ട്രംപ് എപ്പോൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായി അടുത്ത കാലത്ത് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന പലതരത്തിലുള്ള കച്ചവട ഡീലുകൾ, വലിയ തരത്തിലുള്ള കോടിക്കണക്കിന് ഡോളറുകളുടെ ഡീലുകൾ പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ട്രംപ് അത്തരത്തിൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ. എല്ലാ കാലത്തും നമുക്കറിയാം, ഇതുവരെ ഇറാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിലും എല്ലാ വിഷയങ്ങൾക്ക് പിന്നിലും അമേരിക്കയുടെ ഒരു മറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ ശക്തമായി തന്നെ ഉണ്ട്. എന്നാൽ നേരിട്ട് യുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കാനുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല. കാരണം ഇസ്രായേൽ മാധ്യമങ്ങളിലും ഹാരിറ്റ്സിലാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം വന്നത്. പിന്നീട് അമേരിക്കൻ മാധ്യമങ്ങൾ അത് പറയുന്നു എന്നല്ലാതെ ഗൾഫിൽ അതുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ആശങ്ക, അമേരിക്ക നേരിട്ട് ഇടപെടുന്നു എന്ന തരത്തിലുള്ള ഒരു ആശങ്ക ഇത് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ വ്യോമ താവളങ്ങളുണ്ട്. പലതരത്തിൽ അമേരിക്കയും ഈ ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പൊ പുതിയ പലതരം കച്ചവട ബിസിനസ് ഡീലുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം താല്പര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നേരിട്ട് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഈ പറഞ്ഞ തരത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഗോകുൽ, ശരി. അൻവർ പാലേരിയാണ് ദോഹയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. ഏതായാലും കച്ചവട താല്പര്യങ്ങളിലെങ്കിലും മുൻനിർത്തി അമേരിക്ക ഇത്തരത്തിലൊരു നേരിട്ടൊരു നീക്കത്തിലേക്ക് കടക്കില്ല എന്നതാണ് GCC രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് അവരുടെ എയർബേസുകളടക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള സ്ഥിതിക്ക് ഏതായാലും B-2 ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നു, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ദിശയിലേക്ക് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ നീങ്ങുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതൊരു വിനാശകരമായ യുദ്ധത്തിലേക്ക്, സംഘർഷത്തിലേക്കും കടക്കാതിരിക്കട്ടെ, അതിനുള്ള ചർച്ചകളും ഒരു വശത്ത് GCC രാജ്യങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് അവരുടെ വിദേശകാര്യമന്ത്രിമാരുടെയൊക്കെ തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ചകൾ ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നുണ്ട്.